ജീവിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. നോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. നോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കും നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ, പാർക്കും നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. നല്ലവേനെ വല്ലഭനെ പൊന്നുകാന്തനെ, എന്നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവേനെ വല്ലഭനെ പൊന്നുകാന്തനെ, എന്നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകേളന്തി, തുല്യമില്ല മോദത്തോടു വീണകേളന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, പുതിയ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നതിനായി എല്ലാ മഹത്വവും മാനവും പുകഴ്ചയുമൊക്കെ നമ്മുടെ കർത്താവിന് അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിശയകരമായും അത്ഭുതകരമായും കർത്താവ് തൻ്റെ കരതാരിൽ നമ്മെ വഹിച്ചതിനായി, കരുണയിൽ നമ്മെ സൂക്ഷിച്ചതിനായി, കൃപയ്ക്ക് കീഴെ നമ്മെ പരിപാലിച്ചതിനായിട്ട് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ പൂർത്തിയായ കാര്യമാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എബ്രായ ലേഖനവും ലേവ്യ പുസ്തകവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് സാധാരണ വേദ പഠിതാക്കൾ പഠിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആരാധനാക്രമങ്ങൾ 5 വിധ യാഗങ്ങളും
7 പ്രത്യേക ആരാധനാ ദിവസങ്ങൾ, അതിനെ വിശുദ്ധ ബൈബിൾ ദ ഫെസ്റ്റിവൽ ഓഫ് ദി ഡേ ലോർഡ് എന്ന വിശേഷിപ്പിക്കുന്നത്, യഹോവയുടെ ഉത്സവങ്ങൾ എന്ന്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം. ഇസ്രായേൽ ജനതയ്ക്ക് ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ, അത് ജെറൂശലേമിലാണ്. അവിടെ അവർ എല്ലാ ദിവസവും അവിടെ ആരാധന യാഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാത വന്ദന പ്രാർത്ഥനയും സന്ധ്യായാഗവും അവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ പ്രത്യേകം നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ, ഇസ്രായേൽ ആ കാലത്ത് ഉള്ള 20,000-ഓളം വരുന്ന പുരോഹിത വൃന്ദത്തെ 24 ഡിവിഷൻസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനെ മലയാളത്തിൽ നമ്മൾ കൂറുകൾ എന്നാണ് പറയുന്നത്. ഈ 24 ഡിവിഷൻസിലെ ഒരു ഡിവിഷനായിരുന്നു അബിയാക്കൂർ. അതിലൊരു പുരോഹിതനായിരുന്നല്ലോ സഖരിയ പ്രവാചകൻ. അപ്പോൾ ഈ 24 പ്രവാചക ഡിവിഷൻസിനും ഒരു വർഷത്തിൽ 2 ആഴ്ചത്തെ വീതം ശുശ്രൂഷയാണുള്ളത്. അങ്ങനെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോഴാണ് സഖരിയാവിന് ധൂപം കാട്ടുവാൻ നറുക്ക് വീണത്. ഇപ്പം നിരന്തരം അവിടെ ദേവാലയത്തിൽ ആരാധന നടക്കുന്നുണ്ട്. എന്നാൽ 7 പ്രത്യേക ആരാധനാ ദിവസങ്ങൾ, യഹോവയുടെ ഉത്സവങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസങ്ങൾ, അതിനോടനുബന്ധിച്ചാണ് 5 വിധ യാഗങ്ങൾ. ഈ യാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഗെറ്റ് റൈറ്റ് വിത്ത് ഗാഡ്, ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുക. പാപയാഗം, ഹോമയാഗം, ദഹനയാഗം, അകൃത്യയാഗം, ഗ്രെയിൻ ഓഫറിംഗ് തുടങ്ങുന്ന ഈ 5 വിധ യാഗങ്ങൾ. ഈ യാഗങ്ങളിലൂടെ ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചിട്ട്, അഥവാ ദൈവത്തിൻ്റെ നീതി റിക്കവർ ചെയ്യുന്ന കാര്യം നിവർത്തിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുക. യാഗം കഴിച്ച് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ എന്നാണല്ലോ. എന്നാൽ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, ഇങ്ങനെ 5 വിധ യാഗങ്ങൾ ആണ്ടിലാണ്ടിൽ ഇവർ കഴിക്കുമായിരുന്നു. എന്നാൽ അവ കൊണ്ടൊന്നും മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുകയോ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ ചെയ്യാതെ വന്നു. അങ്ങനെയാണ് ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു തരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫോർ വൺ ഓഫറിങ് ഹി ഹാസ് എന്ന് പറഞ്ഞാൽ യേശു, ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ ദോസ് ഹു ആർ ബീയിങ് സാങ്ക്ടിഫൈഡ്. തൻ്റെ ഏക യാഗത്താൽ, ഒരേ ഒരു യാഗം കൊണ്ട്. ഇവിടെ 3 പ്രത്യേക സെൻറ്റൻസുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, വൺ ഓഫറിങ്, ഒരേ ഒരു യാഗം, ഏകയാഗം. ഇസ്രായേൽ ജനതയ്ക്ക് 5 വിധ യാഗങ്ങളുണ്ട്, നമ്മളത് പറഞ്ഞല്ലോ. ഈ 5 യാഗങ്ങളും ഒരുപോലെ നിവൃത്തിയായതാണ് യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിൽ. നമ്മൾ യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം തൊട്ട് 53-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ഈ 5 വിധ യാഗങ്ങളുടെ ക്രൂശിലുള്ള നിവൃത്തി നമുക്ക് കാണാം. വിത്ത് വൺ സാക്രിഫൈസ്, ഒരേ ഒരു യാഗം കൊണ്ട് ഈ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവനീതിക്കായി അർപ്പിച്ചിരുന്ന 5 യാഗങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. രണ്ടാമതൊരു പ്രയോഗം, ഹി ഹാസ് പെർഫെക്റ്റഡ്, അവൻ പൂർത്തീകരിച്ചു. യെശയ്യാ പ്രവചനത്തിലും 22-ാം സങ്കീർത്തനത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ വന്ന് നിവർത്തിക്കും എന്നാണ്. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മൊഴികളെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച് ധ്യാനിച്ചു പോന്നപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ സെക്കൻഡ് ലാസ്റ്റ് മൊഴി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്നാണ്. അതുകൊണ്ട് എഫീസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് ആയ യേശു ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ക്രൂശിൽ നിവർത്തിച്ച രക്ഷാ പദ്ധതിയെക്കുറിച്ച് അത് സഭ മുഖാന്തരം വെളിവായി വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ക്രൂശിൽ യേശു അത് നിവർത്തിച്ചു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഇനി അതുകൊണ്ട് യാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചെങ്കിൽ ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല, യാഗം കഴിക്കുന്ന ഒരു കാർമ്മികൻ്റെ ആവശ്യം ഇനിയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ചില യാഗങ്ങളുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ അവയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം എന്ന് വിചാരിക്കുകയാണ്. അതൊന്ന് സ്തോത്രയാഗമാണ്, അധരഫലമെന്ന സ്തോത്രയാഗം, മറ്റുള്ളവരുടെ കൂട്ടായ്മ കാണിക്കുന്ന ഒരു യാഗമാണ് എന്ന് നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് അത് വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ യേശു കർത്താവ് തൻ്റെ ക്രൂശിലെ ഏകയാഗത്താൽ, വിത്ത് വൺ സാക്രിഫൈസ്, ഹി ഹാസ് പെർഫെക്റ്റഡ്, അവൻ അത് നിവർത്തിച്ചു. ഇനി എല്ലാ വർഷവും അത് തുടരേണ്ട. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ അടുത്തൊരു പ്രയോഗം, ഫോർ എവർ, എന്നേക്കുമായിട്ട്. ഇനി
ഒരു അടുത്ത വർഷവും അതിനടുത്ത വർഷവും തുടർമാനമായിട്ട് ഇത് ചെയ്യേണ്ട യേശുക്രിസ്തുവിൻ്റെ ഏക യാഗത്താൽ, ഒരേയൊരു യാഗം കൊണ്ട് ലോകത്തിൽ ഇപ്പോൾ 500 കോടിയിലധികം ആളുകളുണ്ട്. ഇനി ജനിക്കാൻ പോകുന്നതും ജനിച്ചതുമായ കോടാനുകോടി മനുഷ്യരുടെ നീറുന്ന 100 പ്രശ്നങ്ങൾ, നമ്മളൊരു 10 പേരെ കണ്ട 10 പേർക്കും 10 പ്രശ്നമായിരിക്കും. നമ്മളോട് സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മളവരോട് അതിന് 10 വിധത്തിലുള്ള ഒരു സൊല്യൂഷനായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രശ്നങ്ങൾക്കും സ്വർഗസ്വനായ ദൈവം ഒരേ ഒരു പരിഹാരമാണ് വരുത്തിയത്. അത് തൻ്റെ പുത്രനായ യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ ഏക യാഗം. ആ ഏക യാഗത്താൽ എന്നേക്കുമായിട്ടുള്ള പരിഹാരം കർത്താവ് വരുത്തിയിരിക്കും. ഇനി യാതൊരു പരിഹാര മാർഗവും തേടി നമ്മളോടുണ്ടാവും. എവിടെയോട്ടെങ്കിലും ഓടിച്ചെന്ന് കയറണ്ട, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട. ഒരു പൈസയോ 1 രൂപയോ 10 രൂപയോ 100 രൂപയോ ഒന്നും നമ്മൾ ദാനമായി കൊടുക്കുക, ആർക്കെങ്കിലും കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുക എന്നങ്ങനെ ബൈബിൾ പറയുന്നത്. ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നില്ല. അത് പൂർത്തീകരിച്ചത് ഫോർ എവർ, എന്നേക്കുമായിട്ട്. അതുകൊണ്ട് ഇനി അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ഒന്നും ഇനി അത് ചെയ്യേണ്ടിയിരിക്കുന്നില്ല. തുടർമാനമായി നമ്മൾ ഏതെങ്കിലും ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അത് കാൽവറി ക്രൂശിൽ നിവൃത്തിയായിരിക്കുന്നത് കൊണ്ട് നമ്മളിനി വിശ്വാസത്തോടെ ആ ക്രൂശിൽ നിവൃത്തിയായ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക കൈമാറ്റം, വിശുദ്ധ ബൈബിൾ പറയുന്നു, ആധിപത്യം യേശുവിൻ്റെ തോളിലിരിക്കും. സാത്താൻ അധിപതിയായി ഈ ലോകത്തെ വാണുകൊണ്ടിരിക്കാൻ, എന്നാൽ ക്രൂശിലെ യാഗനിമിത്തമായി സാത്താനെ തോൽപ്പിച്ചവൻ്റെ സർവായുധങ്ങളും കവർന്നെടുത്തു എന്ന് മാത്രമല്ല, അവൻ്റെ മേൽ യേശു തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പോൾ യേശു രാജാവായി വാഴുകയാണ്. ആരാ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ. ആരാ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതവും കുടുംബവും സാഹചര്യമൊക്കെ തുറന്നു കൊടുക്കുന്നത്? അങ്ങനെയുള്ള ഇടങ്ങളിൽ യേശു രാജാവായിട്ട് വാഴുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളിനി വായിച്ച് ധ്യാനിക്കുന്നതും ഈ കാൽവറി ക്രൂശിലൂടെ നിവൃത്തിയായ ദൈവിക ആ പ്രവൃത്തിയെക്കുറിച്ചും ക്രൂശിൽ മരണത്തിലൂടെ നമുക്കെന്ത് സംഭവിച്ചു എന്നുള്ളതും നമുക്ക് വായിച്ചറിയുവാനായിട്ടും ഗ്രഹിക്കുവാൻ കഴിയും. ഇന്ന് രാവിലെ അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ ആ ക്രൂശിലേക്ക് അടുത്തിയെല്ലാം നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും, സകല രോഗങ്ങളും, സകല ബാധകളും, സകല വേദനകളും എല്ലാം എന്നേക്കുമായിട്ട് യേശു കർത്താവ് അതിനൊരു പരിഹാരം വരുത്തിയിരിക്കുക. ആസ് പെർഫെക്റ്റ്, എന്തെങ്കിലും ഒരു നീക്കുപോക്ക് വരുത്തുകയല്ല, അതിനൊരു പരിപൂർണത വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് ദിവസത്തിലേക്ക് എടുക്കാം. 138 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, എൻ്റെ 8 വാക്യത്തിൽ പറഞ്ഞത്, ഹീൽ പെർഫെക്റ്റ് ദാറ്റ് വിച്ച് കൺസേൺസ് യു ആൻഡ് മീ. നമ്മെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവനത് പൂർത്തീകരിക്കും. അവനത് പൂർത്തീകരിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ശാപങ്ങളെല്ലാം അവിടുന്ന് ചുമന്നൊഴിച്ചതിനായിട്ട് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ഏകയാഗം കൊണ്ട് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപവും ശാപവും രോഗവും നിന്ദയും ദുഃഖവും അപമാനവും താഴ്ചയും വേദനകളും നിരാശകളും ഭാരങ്ങളുമെല്ലാം ക്രൂശിൽ അങ്ങ് ചുമന്നൊഴിച്ച്, ക്രൂശിൽ നിന്ന് ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും ആരോഗ്യവും സമാധാനവും പാപമോചനവും പാപക്ഷമയും ഒക്കെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവേ, അങ്ങയുടെ ഏകയാഗത്താൽ സകല കാര്യങ്ങൾക്കും പരിഹാരം വരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആ ക്രൂശിലെ യാഗ ബലി മരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ, അനുഭവിപ്പാൻ, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ തലമുറയ്ക്കുമൊക്കെ നന്മയായി തീരുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ദൈവം തകർത്ത് കളഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ പാപങ്ങളും എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീങ്ങിപ്പോയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും കർത്താവ് ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഓർക്കുന്നു. നല്ലൊരു കുടുംബജീവിതത്തിനായി, ഭാവി ജീവിതത്തിനായി കർത്താവ് ഒരു കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന നന്മകൾക്കായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കണം. ഉത്തമയായ ജീവിത പങ്കാളികളെ നീ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. നല്ല ജോലി കൊടുത്തവരെ അനുഗ്രഹിക്കണം. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഓർമ്മശക്തിയൊക്കെ കൊടുത്ത് എല്ലാവരെയും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങളുടെ ദേശത്തും രാജ്യത്തും സമാധാനവും സമൃദ്ധിയും ആരോഗ്യവും സൗഖ്യവും ഒക്കെ നിറയട്ടെ. കർത്താവേ, ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന രോഗികൾ, ദുഃഖിതർ, ക്ഷീണിതർ, ഭാരം അനുഭവിക്കുന്നവരൊക്കെ യേശുക്രിസ്തുവിലൂടെയുള്ള വിടുതൽ അനുഭവിപ്പാൻ കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം.
എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.